KB പ്രദീപ് രാജി സമർപ്പിച്ചു. ഗവൺമെന്റ് വലിയ പ്രതീക്ഷയോടുകൂടി, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്തു തന്നെയാണ്. നിയമ വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്കാണല്ലോ. ഒരു ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രോസിക്യൂട്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ, ഗവൺമെന്റ് പ്ലീഡറെ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പൊ ദേവസ്വം ബോർഡിൽ മുൻ പരിചയമുണ്ട് എന്ന നിലയിൽ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്ത അനുഭവ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഗവൺമെന്റ് ലീഡറായി വയ്ക്കുകയാണ്. അപ്പൊ ഇത് പ്രഥമ ദൃഷ്ട്യാ തെറ്റൊന്നും കാണാനില്ല, അദ്ദേഹത്തിന്റെ അനുഭവ പരിചയമാണ്. പക്ഷേ ഒരു പൂർവാശ്രമം കൂടെ നോക്കണമല്ലോ. ലോയേഴ്സ് കോൺഗ്രസ് എക്കാലത്തും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഗവൺമെന്റ് പ്ലീഡേഴ്സിനെ നിയമിക്കുമ്പോൾ കൃത്യമായ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം, അഭിരുചി കൂടി, മുൻകാല നിലപാടുകൾ കൂടി പരിഗണിച്ചതിന് ശേഷം വേണം നിയമനം നടത്തേണ്ടത്. അത് സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത്. ഇത് ലോയേഴ്സ് കോൺഗ്രസ് പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസ്, ലോയേഴ്സ് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, ഇങ്ങനെ പോഷക സംഘടനകൾ പലതുമുണ്ടല്ലോ. ഈ സംഘടനകളൊക്കെ ഇടതുപക്ഷത്തിന്റെ സംഘടനകൾ അതിശക്തമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇങ്ങനത്തെ സംഘടനകൾ പലപ്പോഴും കടലാസ സംഘടനകളാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വം, ഡിസിഷൻ മേക്കേഴ്സ് ചെവിക്കൊള്ളുക പതിവില്ല. ഇതും അതുപോലെ തന്നെ ബധിരകരണങ്ങളിൽ പതിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇത് വൻ വിവാദമായി മാറി. മുഖ്യമന്ത്രി നടത്തിയ രണ്ട് തീരുമാനം, മുഖ്യമന്ത്രിയല്ല, മന്ത്രിസഭയിലെ അംഗങ്ങളും മുഖ്യമന്ത്രി എല്ലാം കൂടി ചെയ്ത ഒന്ന് പേഴ്സണൽ സ്റ്റാഫിലെ നിയമനമാണ്. അത് KPCC പ്രസിഡന്റ് കൂടിയ സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ ജോലി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, അത് പേഴ്സണൽ സ്റ്റാഫിൽ ഉന്നത സ്ഥാനത്ത് പേഴ്സണൽ സെക്രട്ടറിയായി ജോലി കൊടുക്കുന്ന സമയത്ത് അതൊരു വലിയ ഒരു ജാഗ്രതാപൂർവമായി എടുക്കേണ്ട നിലപാടായിരുന്നു. അങ്ങനെ ബെന്നി തോമസ്, അളിയനായ ബെന്നി തോമസിന് രാജിവെക്കേണ്ടി വന്നു. അതിൻ്റെ ചൂട് ആറുന്നതിന് മുൻപ് തന്നെയാണ് KB പ്രദീപിനും രാജിവെക്കേണ്ടി വന്നത്. അപ്പം നിരന്തരം തുടർച്ചയായി ഇങ്ങനെ നിയമനവും രാജിയും എന്ന നിലയിൽ VD സതീശൻ സർക്കാർ വലിയ തിരിച്ചടി നേരിടുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ജാഗ്രത കുറവ് ഉണ്ടായി? സ്വാഭാവികമായി ചോദ്യം ചോദിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ മന്ത്രി കൂടിയായ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, അതിന്റെ ചുമതലയുള്ള ദേവസ്വം മന്ത്രി K മുരളീധരനോടാണ്. K മുരളീധരനോട് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം, കാരണം K മുരളീധരന് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാം. അപ്പൊ എങ്ങനെ തല ഊരണമെന്നും നന്നായി അറിയാവുന്നതാണ് ശ്രീ K കരുണാകരന്റെ പ്രിയപുത്രനായ ശ്രീ മുരളീധരൻ. മുരളീധരൻ വളരെ സമൃദ്ധമായി പറഞ്ഞു, ഞാൻ ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇല്ലായിരുന്നു. ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എനിക്കും ബാധകമാണ്. കാരണം ക്യാബിനറ്റ് എന്ന് പറയുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് പോകേണ്ട ഒരു കാര്യമാണ്, കൂട്ടുത്തരവാദിത്വമാണ്. അതുകൊണ്ട് ക്യാബിനറ്റ് എടുത്ത തീരുമാനം എന്ന നിലയിൽ ഞാനും അംഗീകരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മുൻ പരിചയമൊക്കെ, ദേവസ്വം ബോർഡിലെ മുൻ പരിചയങ്ങൾ, കേസുകൾ പലതും, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസുകൾ പലതും അദ്ദേഹം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ K മുരളീധരൻ പറയാതിരുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ്. ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്കാണല്ലോ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. അവിടെ ഇദ്ദേഹം ആ സ്ഥാപനത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ കൂടിയായിരുന്നു എന്നോർക്കണം. അദ്ദേഹം എന്ന് പറഞ്ഞത് എന്താണ്? അന്ന് അവിടെ എത്തിയ പാളികൾ ചെമ്പ് പാളികൾ മാത്രമായിരുന്നു. ആ പാളികൾ ചെമ്പ് പാളികളാണ് എന്ന് പറഞ്ഞത് പൂർണ്ണമായി തെറ്റാണ്. അത് സ്വർണം പൂശിയ പാളികൾ തന്നെ ആയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കഴിഞ്ഞ ഭരണകൂടത്തിന്റെ സമയത്ത് ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി തലയൂരാൻ വേണ്ടി വാദിച്ചിരുന്ന, ഈ സ്വർണം കട്ട കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി വാദിച്ചിരുന്ന ഒരാളെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്, ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായി ഏൽപ്പിക്കുന്നത് കള്ളന്റെ കഞ്ഞി വെച്ചതുപോലെയല്ലേ, അല്ലെങ്കിൽ കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്ന പോലെയല്ലേ എന്ന വിമർശനം പല കോണുകളിൽ നിന്നും വരുന്നു, സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കേണ്ടതുണ്ടല്ലോ. ഇദ്ദേഹത്തെ ഇപ്പം മാധ്യമങ്ങൾ ചികഞ്ഞ് ആലോചിക്കുകയാണ്. ഈ KB പ്രദീപ് മുൻകാലത്ത് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതിൽ നരേന്ദ്രമോദിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും രാജീവ് ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടും ഇട്ട പല പോസ്റ്റുകളും പൊതുരംഗത്ത് ഇപ്പോൾ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസ്സുകാരനല്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിനോട് രാഷ്ട്രീയമായി ചായ്വില്ലാത്ത
ഒരുപക്ഷെ സംഘപരിവാർ ചിന്തകൾ മനസ്സിലുള്ള, എന്നാൽ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന സ്ഥാപനങ്ങളെ ഉൾപ്പെടെ സംരക്ഷിക്കാൻ വേണ്ടി നിയമത്തിന് മുന്നിൽ വാദിച്ച ഒരുവനെ ഇപ്പോൾ നേരെ എതിർഭാഗത്ത് നിന്ന് വാദിക്കാൻ ചുമതലപ്പെടുത്തുമ്പോൾ അതിനകത്ത് ഭിന്ന താല്പര്യങ്ങളുണ്ട്, ഗൂഢശക്തികളുടെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ശ്രീ വി ഡി സതീശൻ എന്തിനു വേണ്ടിയാണ് മെയ് മാസം 1-ാം തീയതി ഈ മംഗലാപുരത്തേക്ക് രഹസ്യമായി സഞ്ചരിച്ചത്? ഇതുമായി ബന്ധമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഒരുപാട് ചോദ്യങ്ങൾ. പ്രതിപക്ഷത്തിന് ന്യായമായി സംശയങ്ങൾ ഉന്നയിക്കാമല്ലോ. അപ്പൊ സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന തത്വം ലംഘിച്ചുകൊണ്ട് സംശയത്തിന്റെ ഒരുപാട് നിഴലുകൾ, നിയമനങ്ങളുടെ പിന്നിൽ സംശയത്തിന്റെ ഒരുപാട് നിഴലുകളുണ്ട്. അതാണ് ഒരു വശം. 2, ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള, സ്വർണം കട്ടവനാരപ്പ എന്ന മുദ്രാവാക്യം മുഴക്കി, ശരണമന്ത്രങ്ങൾ മുഴക്കിയാണ് UDF ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി നിന്നത്. 1 അല്ല 2 പ്രാവശ്യം അവർക്ക് അതിന് പ്രയോജനം കിട്ടി. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് പ്രയോജനം വൻതോതിൽ UDF ലഭിച്ചു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി 102 സീറ്റുകൾ UDF ലഭിച്ചതിന് പിന്നിൽ ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള വിവാദം തീർച്ചയായും UDF സഹായിച്ചല്ലോ. അങ്ങനെയെങ്കിൽ അധികാരത്തിലെത്തി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ പൂർണ്ണമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ധാർമ്മിക ചുമതല UDF-നുണ്ട്. കാരണം അയ്യപ്പൻ കനിഞ്ഞതുകൊണ്ടാണ് UDF-ന് ഇത്രയും ജയമുണ്ടായത് എന്ന രീതിയിൽ ഭംഗ്യാന്തരേണ ആളുകൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. ഇത് കൃത്യമായ നിയമത്തിന് മുന്നിൽ നിയമത്തിന്റെ വഴിയെ പോകണം. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമായിരുന്നു തെളിയിക്കാൻ ഇതാ ഭരണം തങ്ങളുടെ കയ്യിലുണ്ട്. ഭരണം കയ്യിൽ കിട്ടിയിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ശൂന്യമായി കിടക്കുന്ന ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്നുകൊണ്ട്, ഗോൾ ഏരിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് പോസ്റ്റിന് പുറത്തേക്ക് പന്തടിച്ച് കളയാനാണോ ശ്രീ വി ഡി സതീശനും ടീമും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ന്യായമായി സംശയിക്കാം. അതിന് മറ്റു ചില അനുഗ്രഹങ്ങളും കൂടി, ഇപ്പൊ കൊള്ളക്കാർക്ക് ചില ഗുണങ്ങളും കൂടി ലഭിക്കുന്നു. 2-ാം പ്രതി ഇപ്പൊ ഈ ദ്വാരപാലക വിഗ്രഹം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ 2-ാം പ്രതി, അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ, കട്ടിളപ്പാളി വിഷയത്തിലെ 6-ാം പ്രതിയുമായ മുരാരി ബാബു കഴിഞ്ഞ ദിവസം, അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു, 2 മാസത്തോളം രോഗശയ്യയിലായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ മരിച്ചുപോയ ഒരാളിന്റെ മേൽ എല്ലാ കുറ്റവും ചുമത്തി മറ്റുള്ളവർക്കെല്ലാം രക്ഷപ്പെടാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കപ്പെടുകയാണോ? അതോ ഇപ്പോൾ PS പ്രശാന്തിനെ ഉൾപ്പെടെ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ ഉൾപ്പെടെ ഇപ്പോൾ വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയാണോ? അതാണ് മറ്റൊരു കാര്യം. ഇനി ഒരു ആത്മകഥയുമായി മുൻ പ്രസിഡന്റ് പത്മകുമാർ രംഗത്തുണ്ട്. കോന്നിയുടെ മുൻ MLA കൂടിയായ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ പത്മകുമാർ ആത്മകഥയുമായി രംഗത്ത് വരുമ്പോൾ ഈ എല്ലാം വെളുപ്പിച്ചെടുക്കുന്ന ഒരു ആത്മകഥയാണ് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു സൂചന. അതായത് താൻ യുവതീ പ്രവേശം നടന്ന 2019 ആ ഒരു സമയത്ത് തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു വരുത്തുകയായിരുന്നു. താൻ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങിലേക്ക് കടന്ന് രാവിലെ 3 മണി, വെളുപ്പിന് 3 മണിക്കാണ് എത്തുന്നത്. അന്നേരം TV വെച്ച് നോക്കിയപ്പോഴാണ് ഈ ബിന്ദു അമ്മിണിയെ ഒക്കെ കയറ്റിയ വിവരം. ശബരിമലയിൽ സ്ത്രീകളെ നിർബന്ധമായി ഗവൺമെന്റിന്റെ സമ്മതത്തോടെ പോലീസിന്റെ സഹായത്തോടുകൂടി കയറ്റിയ വിവരം അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഡിസ്റ്റോർഷൻ ടാക്ടിക്സ് അവിടെ നടക്കുന്നു ആത്മകഥയിലൂടെ. അപ്പോഴും CPM പകച്ചു നിൽക്കുകയാണ്. ഇപ്പം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കണമോ, ഇനി സംസ്ഥാന കമ്മിറ്റി തീരുമാനം അന്തിമമായി എടുക്കണമോ, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാതെ ആകെ പത്മകുമാർ വിഷയത്തിൽ CPM-ഉം വല്ലാതെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം പ്രതിപക്ഷത്തു നിന്നും കാര്യമായ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ആകെയുള്ള സ്വർണ്ണക്കള്ളം നടത്തിയ ആളുകൾക്ക്, സ്വർണം കട്ടവർക്ക്, കട്ടു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കട്ടവർക്ക് ആരോടെല്ലാം ബന്ധമുണ്ട്? സോണിയാഗാന്ധിയോട് ബന്ധമുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് സോണിയാഗാന്ധിയെ സന്ദർശിച്ചു? ഈ ചോദ്യം വളരെ ഉച്ചത്തിൽ CPM ചോദിക്കുകയാണ്. CPM-ന്റെ നേതാക്കളുമായുള്ള ബന്ധം അവിടെ നിൽക്കുന്നു. അതേസമയം സോണിയാഗാന്ധിയുമായിട്ട് ബന്ധമുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹി വരെ എന്തിനാണ് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് പോറ്റിയെ സോണിയാഗാന്ധിയുടെ അകത്തളങ്ങളിൽ കയറ്റിയത്, അല്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് പ്രവേശനം ഒരുക്കിയത്? ഇതൊക്കെ ചോദ്യങ്ങളായി വരികയല്ലേ. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് ചോദിക്കാൻ അവസരം, താണ് വീണ് കിടക്കുന്ന, മർദ്ദനമേറ്റ് പരാജയമേറ്റ് വീണ് കിടക്കുന്ന പ്രതിപക്ഷത്തിന് പുതുജീവൻ നൽകുന്ന രീതിയിൽ ചില നിയമനങ്ങളും, ദേവസ്വം ബോർഡിന്റെ പ്ലീഡറായുള്ള നിയമനവും
അതേപോലെ തന്നെ മെല്ലപ്പോക്കും കേസ് അന്വേഷണത്തിൽ വരുത്തിയ അലംഭാവവും എല്ലാം ചേർത്ത് നോക്കുമ്പോൾ ശരിയായ ദിശയിലാണോ? ഗവൺമെന്റിനെ അധികാരത്തിലെത്തിച്ച പ്രധാനപ്പെട്ട വിവാദം അന്വേഷിക്കാതെ അലംഭാവത്തോടുകൂടി ഉഴപ്പിപ്പോകുന്നുവെങ്കിൽ അതിനർത്ഥം ശർക്കരക്കുടത്തിൽ പലരും കൈയിട്ടിട്ടുണ്ട് എന്നാണോ? കൈയിട്ടവനെല്ലാം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് എന്നാണോ? ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഇവരെല്ലാം തന്നെ എന്തെങ്കിലും മറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ന്യായമായും ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് തങ്ങൾക്കൊരു കാൽക്കുലേഷനിൽ പിശക് പറ്റി. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം KB പ്രദീപിൻ്റെ മുൻകാല ചെയ്തികൾ പരിഗണിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം മാത്രമേ പരിഗണിച്ചുള്ളൂ, മറ്റു താല്പര്യങ്ങളൊന്നുമില്ല എന്ന് കേരള സമൂഹത്തിന് മുന്നിൽ വന്ന് പറയാനുള്ള ചുമതല നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനുണ്ട്. അപ്പോഴാണ് സുതാര്യത ഉണ്ടാകുന്നത്. ഭരണത്തിൽ സുതാര്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആ സുതാര്യത പ്രവൃത്തിയിലൂടെ കാണിക്കാനുള്ള സമയം കൂടിയാണിത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, അതീതയാണ് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുക കൂടി വേണം. അപ്പോൾ കുറച്ചു കാലം കൂടി ഭൂക്കി ചീഫ് മിനിസ്റ്റർ എന്ന രീതിയിൽ VD സതീശൻ എല്ലാവരുടെയും സ്നേഹഭാജനമായി കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോകാനാവും. ആദ്യം പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് VD സതീശനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു വിമർശനമുണ്ടായി, CPM ഒക്കെ ചെയ്യുന്നത് പോലെ ആ വിമർശന വിധേയരായവരെ സംരക്ഷിച്ച് ഭരണാവസാനം വരെ നിർത്തുകയല്ല, തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചുകൊണ്ട് ആ നിമിഷം തന്നെ തങ്ങൾ ഇത് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാട്ടി. അത് UDF-നെയും കോൺഗ്രസ് പാർട്ടിയെയും VD സതീശനെയും അക്കാര്യത്തിൽ അഭിനന്ദിക്കുക കൂടെ ചെയ്തുകൊണ്ട് ജാഗ്രതാപൂർവമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.